വരണം സാർ. ഞാനിവിടത്തെ വാച്ച്മാനാണ് കൃഷ്ണക്കുറുപ്പ്. മിസ്റ്റർ കുറുപ്പേ, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള മുറികളൊക്കെ റെഡിയല്ലേ? അതൊക്കെ രാവിലെ തന്നെ റെഡിയല്ലേ? കുറുപ്പേ, എന്റെ പെട്ടി കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലേ? എങ്കിൽ കൊണ്ടുവന്ന് കാണൂല. താനല്ലേ പെട്ടി വാങ്ങി വെച്ചത്? അതെ, പക്ഷെ എന്താ കാര്യം? പെട്ടി എന്ന് പറയുന്ന ഒരു അക്ഷരം ഇനി വണ്ടിയുടെ മുകളിലില്ല. എന്താ കാര്യം? എന്റെ പെട്ടി കളഞ്ഞു സാർ. പെട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഖനമുള്ളതൊന്നും കാണൂല, കാറ്റത്ത് പറന്നു പോയിട്ടുണ്ടാവും. എടാ മൻസൂറെ, നീ വിഷമിക്കാതിരിക്കേ. കൂടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ 1-2 പാന്റും ഷർട്ടും ഷെയർ ചെയ്യുന്ന കാര്യമൊന്നും ഒരു പ്രശ്നമേ അല്ല. നീ ധൈര്യമായിരിക്കും. യെസ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. യെസ് സർ, കം ഓൺ, വാടാ, ധൈര്യമായിട്ട് വാടാ. ഇടാൻ വല്ലതും വേണമായിരിക്കും, വിഷമിക്കണ്ട, ഞാൻ തരാം. ഷർട്ട് ഡാൻസും പിടിച്ചോ? താങ്ക്സ്. ഡിയർ ഫ്രണ്ട്സ്, പെട്ടി നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകാരൻ മൻസൂറിനെ ആത്മാർത്ഥമായി സഹായിക്കണം എന്ന പ്രൊഫസറുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ മനുഷ്യന് വേണ്ടി ഇവിടെ ഒരു പണപ്പിരിവ് നടത്തുകയാണ്. സമസൃഷ്ടി സ്നേഹമുള്ള സകല പേരും ഇതിൽ സഹകരിച്ച് നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ തോതനുസരിച്ച് ആവുന്നത്ര സംഭാവന ചെയ്ത് എന്റെ ഈ ഉദ്യമത്തെ വിജയിപ്പിക്കുവാൻ താഴ്മയോട് അപേക്ഷിക്കുന്നു. പറഞ്ഞത് കേട്ട് കാണുമല്ലോ. സൈരയുടെ ഓഹരി കൂടി കിട്ടിയാൽ പിരിവ് പൂർത്തിയാവും. മൻസൂറിന് വേണ്ടി പണം പിരിക്കാൻ അയാൾ നിന്റെ ആരാ? സഹപാഠി, സഹയാത്രകൻ. എങ്കിലേ അയാൾക്ക് വേണ്ടി നീ അത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ട. അയാൾക്ക് പണം വേണമെങ്കിൽ കൊടുക്കാൻ എനിക്കറിയാം. നമുക്കിവിടെ ഒന്ന് വാരണമല്ലോ. കേരളത്തിന്റെ കാലാവസ്ഥകളിലും മറ്റ് പ്രകൃതി വ്യത്യാസങ്ങളിലും പങ്കുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് സൈലന്റ് വാലി. നമുക്കിവിടെ പഠിക്കാനുള്ളത് അമൂല്യങ്ങളായ സസ്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ സസ്യത്തെക്കുറിച്ച് പഠനം നടത്തി നോട്ടുകൾ തയ്യാറാക്കുക. പിന്നീട് നമുക്ക് ഒരുമിച്ചിരുന്ന് അവയെക്കുറിച്ച് ചർച്ച ചെയ്യാം. പാമ്പ് പിടിച്ചവന്റെ തലയിൽ ഇടിവെട്ടേറ്റെന്ന് പറഞ്ഞ പോലെയാണ് മൻസൂറിന്റെ കഥ. വേറെ ആരുടെയെല്ലാം പെട്ടി ഉണ്ടായിരുന്നു? മൻസൂറിന്റെ പെട്ടി മാത്രം പോയത്? എന്റെ പെട്ടിയായത് ഏതായാലും നന്നായി. വില പിടിപ്പൊന്നും അതിലില്ലായിരുന്നു. നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടെ പിരിച്ചെടുത്താണ്. ഇതിരിക്കട്ടെ. ഇതാ. ഒന്ന് ഇറക്കടേ. ഇറക്കാളിയാ, ധൃതി വെച്ചാലോ. ഇറക്കാതെ കിടക്കണ്ടേ? ഇതാ. അപ്പൊ തലേണ ഷഹീദയ്ക്ക് വേറെ ഇല്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് തലയ്ക്ക് വെക്കാൻ ബാഗുണ്ട്. വേണ്ട വേണ്ട, ബാഗല്ല തലയ്ക്ക് വെക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് കിട്ടിയത് തന്നെ വലിയ ഉപകാരം. ഷഹീദ് പറ്റുള്ളൂ. ഞാനിപ്പോ വരാം. അല്ലെങ്കിൽ ഞാനൊരു വേല ഇറക്കാൻ നോക്കിക്കോ. പിടി. വന്നേ.
ചെറിയ പരിപാടിയാ. പ്രൊഫസർക്ക് ഒരു തലയാണ വേണമെന്നും പറഞ്ഞു നീ എന്ന് സൈറയുടെ നിർണ്ണം വാങ്ങിച്ചോ. പ്രൊഫസർക്ക് തലാണയില്ലെന്ന് നിനക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒന്ന് കൊടുക്കാൻ. പ്രൊഫസർക്ക് തലയണയില്ലെന്നോ? പച്ചക്കള്ള. ഉണ്ടായിരുന്നത് മൻസൂറിന് കൊടുത്തു. എന്നാ കൊണ്ടുപോ. ഏയ് മൻസൂറേ, എഴുന്നേക്കാൻ. നീ ഭാഗ്യവാൻ തന്നെ. ദാ തലയാണ സൈറ കൊടുത്ത് അയച്ചതാ. ഇത് വേണ്ടായിരുന്നു. എടാ, പ്രിയപ്പെട്ടവർ സ്നേഹപൂർവ്വം സമ്മാനിക്കുന്ന ഒരു പാരിതോഷികവും നിരസിക്കാൻ പാടില്ല. പ്രിയം നിറഞ്ഞ മൻസൂറിന്, ഇവിടെ വന്നത് മുതൽ മൻസൂറിനെ സ്വകാര്യമായി ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളെ കാലത്ത് എനിക്ക് വേണ്ടി വഴിയിൽ കാത്തിരിക്കാൻ അപേക്ഷ. സ്നേഹപൂർവ്വം സൈറ. അവിടെ ഓർത്തുനിന്ന് കഴിയുന്നു. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. സൈറയ്ക്ക് തോന്നിയതാവും. തോന്നിയതല്ല, ഞാൻ കണ്ടതല്ലേ. എന്താ ഇവിടെ? സൈറ ജനലിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളിനെ കണ്ട് പേടിച്ചെന്ന. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. കാണില്ല സാർ, അതൊരു പഴയ കഥയാണ്, കേട്ടുകേൾവിയാണ് കേട്ടോ. എനിക്ക് അനുഭവമൊന്നുമില്ല. 19 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഇതിന്റെ ഉടമസ്ഥന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ മുറച്ചെറുക്കൻ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആറ്റു നോറ്റിരിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ അച്ഛന് അത് സമ്മതമായിരുന്നില്ല. സമ്മതമല്ലാന്ന് തീർത്തു പറഞ്ഞല്ലോ, പിന്നെന്തിനു വീണ്ടും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു? അവൾക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. ശരി, എന്നാൽ ഞാൻ പോകട്ടെ. അച്ഛാ, ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയല്ലേ, അമ്പലത്തിൽ പോണ്ടേ? തമ്പുരാനെ അടിക്കല്ലേ, ഞാൻ ചീത്ത ഉദ്ദേശത്തോടെ ചെയ്തതല്ല. തമ്പുരാട്ടി കണക്കിലധികം വെള്ളം കുടിച്ചു. അത് അത് പുറത്ത് കളഞ്ഞെടുക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. എന്നിട്ട് ഒന്നും പറ്റാഞ്ഞിട്ടാണ്
അവസാന കയ്യായിട്ട്. അയ്യോ അയ്യോ അയ്യോ. വള്ളക്കാരൻ മരിച്ചുവെങ്കിലും മാസത്തെ ആദ്യ വെള്ളിയാഴ്ച രാത്രി സമയത്ത് ഉയർന്നു കേൾക്കാറുള്ള വള്ളക്കാരന്റെ കരച്ചിൽ അവരെ പരിഭ്രാന്തരാക്കി. അവസാനം അവർ ഇവിടം വിട്ട് എങ്ങോ പോയി. പിന്നീട് വളരെക്കാലം ഈ കെട്ടിടം പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ ഇത് ഏറ്റെടുത്ത് റെസ്റ്റ് ഹൗസ് ആക്കി മാറ്റിയത്. ആ, നിങ്ങൾ ഭയപ്പെടണ്ട. ഇനി അടുത്ത മാസം ആദ്യത്തെ വെള്ളിയാഴ്ച വരെ ഇത് അനുഭവപ്പെടില്ല. മൻസൂറാണോ ഈ കത്ത് തന്നയച്ചത്? കുറുപ്പിനെ അങ്ങനെ ലോ ക്ലാസ് ആയിക്കളയല്ലേ. മൻസൂറിന്റെ കത്തായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് തന്നത് തന്നെ. എന്താണ് അവിടെ നിൽക്കുന്നേ? വാ, ഞാൻ പിന്നെ വരാം. നിങ്ങൾ വെക്കോ. എന്താ ഇവിടെ വരുന്നില്ലേ? നടന്നോ, ഞാൻ പുറകെ വന്നേക്കാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മൻസൂർ. ഗുഡ് മോർണിംഗ്. ഇത്രയും കാലം ഈ വികാരം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിൽ അടക്കി ഒതുക്കി നിർത്താൻ സാധിച്ചു? ഐ ടു ലവ് യു. പക്ഷെ എനിക്ക് തിരിച്ചു തരാനാവില്ല. നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയുടെ മകനാണ് ഞാൻ. പിന്നെ ഇതിന്റെ അർത്ഥം? പ്രേമത്തിന് കുചേല കുബേര വ്യത്യാസമില്ലെന്ന് മൻസൂറിനറിയില്ലേ? അത് നോവലിലും നാടകത്തിലും സിനിമയിലും ഒക്കെയാണ്. ജീവിതത്തിൽ അതൊരു വലിയ അന്തരമാണ്. പക്ഷെ ആ വ്യത്യാസം ഞാൻ കണക്കിലെടുക്കുന്നില്ല. റിയലി ലവ് യു. നിങ്ങൾ കാണിച്ച തമാശ എത്ര വലിയ അപകടത്തിലേക്കാണ് വഴിതെളിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, നാളെ രാവിലെ പുറപ്പെടാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. Now take rest. You be here.